നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ആറാട്ടുപുഴ പൂരം പത്രികയുടെ പ്രകാശനം ക്ഷേത്രം നടപ്പുരയിൽ നടന്നു. കെ രാമചന്ദ്രൻ MLA TN പ്രതാപൻ MP നൽകി പ്രകാശനം ചെയ്തു. വെങ്ങണിശ്ശേരി സെന്റ് മേരീസ് പള്ളിയിൽ പരിശുദ്ധ കന്യകാ മറിയത്തിന്റെയും വിശുദ്ധ സെബാസ്ത്യാനോസിന്റെയും വിശുദ്ധ അന്തോണീസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. തിരുകർമ്മങ്ങളിൽ നിരവധി വിശ്വാസികൾ സംബന്ധിച്ചു. ചൊവ്വൂർ സെന്റ് സേവിയേഴ്സ് സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും യാത്രയയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ആറാട്ടുപുഴ പൂരം പത്രികയുടെ പ്രകാശനം ക്ഷേത്രം നടപ്പുരയിൽ നടന്നു. കെ രാമചന്ദ്രൻ MLA TN പ്രതാപൻ MP നൽകി പ്രകാശനം ചെയ്തു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ, മെമ്പർമാരായ MB മുരളീധരൻ, പ്രേംരാജ് ചൂണ്ടലാത്ത, പെരുവനം കുട്ടൻമാരാർ, വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ്, തന്ത്രി KPC വിഷ്ണു ഭട്ടതിരിപ്പാട്, കൊച്ചിൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ C അനിൽകുമാർ, സെക്രട്ടറി P ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, ഡെപ്യൂട്ടി സെക്രട്ടറി M മനോജ് കുമാർ, തിരുവഞ്ചിക്കുളം ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ MR മിനി, ദേവസ്വം അധികൃതർ, പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികൾ, പെരുവനം ആറാട്ടുപുഴ പൂരം കൾച്ചറൽ ആൻഡ് ഹെറിറ്റേജ് ഭാരവാഹികൾ, പങ്കാളി ക്ഷേത്ര പ്രതിനിധികൾ, വിവിധ ക്ഷേത്ര ക്ഷേമസമിതി ഭാരവാഹികൾ, ഭക്തർ തുടങ്ങിയവർ പങ്കെടുത്തു. മാർച്ച് 23-നാണ് ആറാട്ടുപുഴ പൂരം. വെങ്ങണിശ്ശേരി സെന്റ് മേരീസ് പള്ളിയിൽ പരിശുദ്ധ കന്യകാ മറിയത്തിന്റെയും വിശുദ്ധ സെബാസ്ത്യാനോസിന്റെയും വിശുദ്ധ അന്തോണീസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. തിരുകർമ്മങ്ങളിൽ നിരവധി വിശ്വാസികൾ സംബന്ധിച്ചു. വിശ്വാസം കുറയാനായിട്ടുള്ള ഒരു കാരണം അനുഭവങ്ങളില്ലാത്തതാണ്. നമ്മുടെ കാറ്റഗിസത്തിന്റെ അർത്ഥമാക്കി എന്താണെന്നറിയോ? നമുക്ക് തൃശ്ശൂർ ഉപനയനത്തെ കാറ്റഗിസത്തിന്റെ ഒരു വാക്കുണ്ട്. ടീച്ചർമാരുടെ പുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ടാവാം, കുട്ടികളുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടാവാൻ വഴിയില്ല. എങ്കിലും ടീച്ചർമാർക്ക് അറിയാമായിരിക്കാം. അറിയോ? കാറ്റഗിസിന്റെ ടീച്ചർമാരെ ചുറ്റോട്ടത്തൊക്കെ ഇരിക്കുന്നുണ്ട്. പണ്ടുണ്ടായിരുന്നവരെ ഇപ്പം ഉണ്ടോയെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ചോദിക്കുന്നില്ല. അറിയൂ, ഒരൊറ്റ കാര്യമുള്ളൂ: യേശുവിനെ അറിയുക, അറിയിക്കുക. യേശുവിനെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയിക്കാൻ പറ്റുള്ളൂ. യേശുവിനെ എങ്ങനെ അറിയാൻ പറ്റുക? അതിനകത്ത് സുവിശേഷത്തിൽ ചോദിക്കുന്ന ചോദ്യം ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണം. ഈശോ ആരാണ്? ഈശോ എനിക്ക് ആരാണ്? ഈശോ എനിക്ക് എന്താ തന്നേ? ഈശോ എന്തുകൊണ്ടാണ് എൻ്റെ കൂടെ നടക്കണേ എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും. രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ റിൻഡോ പുറത്തൂക്കാരൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന ആഘോഷമായി തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ ജൂനിയർ കാർമ്മികനായി. ഫാദർ ജാക്സൺ ചാലക്കൽ, ഫാദർ ജെയ്സൺ ചിറ്റിലപ്പള്ളി എന്നിവർ സന്ദേശം നൽകി. വൈകിട്ട് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ആന്റണി മേച്ചേരിപ്പടി കാർമ്മികനായിരുന്നു. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം നടന്നു. രാത്രി പ്രദക്ഷിണ സമാപനം, ദിവ്യകാരുണ്യ ആശീർവാദം, വർണ്ണമഴ എന്നിവയുമുണ്ടായിരുന്നു. 21-നാണ് 8ാം ഇടം. ചൊവ്വൂർ സെന്റ് സേവിയേഴ്സ് സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും യാത്രയയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. എന്റെ MP ഫണ്ടിന്റെ ഏറ്റവും കൂടുതൽ പണം ഞാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നൽകിയത് എന്നതുകൂടി ഞാൻ പ്രിയപ്പെട്ട അച്ഛനെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുവാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അതിൽ സന്തോഷമേ ഉള്ളൂ, ആഹ്ലാദമേ ഉള്ളൂ. കാരണം ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഒരു സ്ഥലത്തുണ്ടായാൽ ആ വിദ്യാഭ്യാസ സ്ഥാപനം കൊണ്ട് ലഭിക്കപ്പെടുന്നത് വിലമതിക്കാൻ പറ്റാത്ത, എത്ര പറഞ്ഞാലും മതിയാവാത്ത മഹത്തായ ഒരു സംഭാവനയാണ്. നോക്കൂ, നമ്മുടെ ഈ സ്കൂൾ ഇവിടെ സ്ഥാപിതമായിട്ട് 82 വർഷം. ഈ വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടായതുകൊണ്ട് ഇവിടുന്ന് പഠിച്ചു പോയ കുട്ടികളുടെ എണ്ണം ഒന്ന് നോക്കുക. 82 കൊല്ലം മുമ്പ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപാണ് ഇവിടെ ഈ വിദ്യാലയം സ്ഥാപിച്ചത്. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് അധ്യക്ഷത വഹിച്ചു. തൃശൂർ അതിരൂപത കോർപ്പറേറ്റ് മാനേജർ റവറന്റ് ഫാദർ ജോയി അടമ്പുകുളം ഫോട്ടോ അനാച്ഛാദനം നടത്തി. സ്കൂൾ മാനേജർ ഫാദർ ജോൺസൺ കുണ്ടുകുളം, പ്രധാനാധ്യാപിക ഷേർലി ആന്റണി, സ്റ്റാഫ് സെക്രട്ടറി ബിന്ദു ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. PTA പ്രസിഡന്റ് MK വിനോദ് ഉപഹാര സമർപ്പണം നടത്തി. സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപിക MI റീനയ്ക്ക് യാത്രയയപ്പ് നൽകി. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ വിവേകാനന്ദ ജയന്തി ആഘോഷിച്ചു.
ജില്ലാ ധർമ്മ ജാഗരൺ പ്രമുഖ് വി സായിറാമൻ മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ മാനേജർ സി രാഗേഷ്, വിദ്യാലയ സമിതി പ്രസിഡന്റ് ടി സി തിലകൻ, കെ രവീന്ദ്രൻ, കെ ആർ വിജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു. പുഷ്പാർച്ചന, ഭജന എന്നിവയും നടന്നു. വിദ്യാർത്ഥികളിൽ സേവാ പ്രവർത്തനം വളർത്തുന്നതിന്റെ ഭാഗമായി സേവാനിധി സമർപ്പണവും ഉണ്ടായിരുന്നു. തൃത്താമരശ്ശേരി ശിവക്ഷേത്രത്തിൽ മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും പ്രസാദ ഊട്ടും ഭക്തിസാന്ദ്രമായി. പുലർച്ചെ തന്ത്രി തെക്കേടത്ത് ദാമോദരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. തുടർന്ന് പ്രസാദ വിതരണവും പ്രസാദ ഊട്ടും നടന്നു. താമരശ്ശേരി സംരക്ഷണ സമിതി രക്ഷാധികാരി വെള്ളാലത്ത് ദാമോദരൻ നമ്പൂതിരി, പ്രസിഡന്റ് രാജീവ് കണാറ, സെക്രട്ടറി ER ജയചന്ദ്രൻ, ഖജാൻജി അരവിന്ദാക്ഷൻ കർത്താവ്, വൈസ് പ്രസിഡന്റ് സന്തോഷ് ഐനിക്കുന്നത്ത്, സുഭാഷ് കറുകയിൽ, TK രാമചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഏകദേശം 4 നൂറ്റാണ്ടോളമായി ഈ ക്ഷേത്രത്തിലെ ഭംഗിയായിട്ട് നടന്നു വരുന്ന മകരവിളക്കിനോടനുബന്ധിച്ച് ഭംഗി വരുന്ന മഹാഗണപതി ഹോമവും അതിനോടനുബന്ധിച്ച് കിഴക്കും നിറമായ ഒരു മഹാന്നദാനവും ഈ കൊല്ലവും ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു എത്ര ആൾക്കാർ വന്നാലും എത്ര ജനങ്ങൾ വന്നാലും ഭക്ഷണം കൊടുക്കാനുള്ളൊരു സംവിധാനം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു ജനകീയ കമ്മിറ്റിയും ക്ഷേത്ര കമ്മിറ്റിയാണ് അതിൻ്റെ എല്ലാ ചുമതലകളും ഏറ്റെടുത്ത് നടത്തുന്നത്. അതിൻ്റേതായിട്ടുള്ള എല്ലാവരും വളരെ ഉത്സാഹത്തിലാണ്. നാട്ടിലൊരു ഉത്സവം പോലെ തന്നെ ശിവരാത്രിയേക്കാൾ ഒട്ടും പ്രാധാന്യം കുറയാത്ത രീതിയിൽ ഈ ചടങ്ങ് മകരവിളക്കിനോടനുബന്ധിച്ച് തൃത്താമരശ്ശേരി ശിവക്ഷേത്രത്തിൽ പ്രസാദോട്ട് നടന്നു വരുന്നു. ഇന്നും ഭംഗിയായിട്ട് ഇവിടെ അത് നടത്തി വരുന്നുണ്ട്. ഇതിൻ്റെ ചടങ്ങുകളെ പറ്റിയിട്ടും ഇന്ന് നടന്ന മഹാഗണപതി ഹോമത്തിനെ പറ്റിയിട്ടും നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മേൽശാന്തി ശ്രീ വെള്ളാലത്ത് ദാമോദരൻ നമ്പൂതിരി അവർ. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കുറുക്കഞ്ചേരി ഏരിയ കമ്മിറ്റി പ്രവർത്തനങ്ങൾക്കായി തൃശൂർ വലിയാലുക്കലിൽ ഓഫീസ് പ്രവർത്തന സജ്ജമായി. ജില്ലാ സെക്രട്ടറി MK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. അതിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെ അവരുടെ പ്രയത്നത്തിൻ്റെ ഫലം കണ്ടു എന്നുള്ളത് തന്നെയാണ് അതിനുള്ള പ്രതിഫലമായി നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെയുള്ള എല്ലാ AKTA പ്രവർത്തകരും ഒരു മനസ്സോടെ നിന്ന പ്രവർത്തനത്തിൻ്റെ വിജയം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. വരും കാലങ്ങളിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി മനസ്സിലാക്കി ഈ തയ്യൽ തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്ന മുഴുവൻ ആളുകളെയും നമ്മുടെ സംഘടനയോടൊപ്പം ചേർത്ത് നിർത്തുന്നതിനും കേരളത്തിലെ മറ്റ് തൊഴിലാളികളെ പോലെ തന്നെ അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി സ്വാശ്രയമായി നമുക്ക് മുന്നേറാൻ കഴിയുന്ന രീതിയിലേക്ക് വലിയ മുന്നേറ്റമാണ് സ്വതന്ത്രമായ ഒരു സംഘടന. ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ഖാദർ എടവിലങ്ങ്, ഏരിയ പ്രസിഡന്റ് സുരേഷ് ബാബു, സെക്രട്ടറി ജിഷ ആദിത്യൻ, ട്രഷറർ ഗിരിജ, യൂണിറ്റ് പ്രസിഡന്റ് ഷാദിഖ് എന്നിവർ സംസാരിച്ചു. ജില്ലാ ഏരിയ ഭാരവാഹികൾ, അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തെച്ചിക്കോട്ടുകാവ് ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കൂട്ടുകൊമ്പന്മാരുടെ ദശാബ്ദി പുരസ്കാരം നൽകാൻ സാധിക്കാതിരുന്ന ചിറക്കൽ ബാലന് ചാത്തക്കുടത്തുള്ള അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് പുരസ്കാരം കൈമാറി. അദ്ദേഹത്തെ വീട്ടിൽ വന്ന് ആദരിക്കുന്ന പരിപാടി ഇതിൻ്റെ സംഘാടകർ തീരുമാനിച്ച അനുസരിച്ചാണ് എന്നെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ അവർ തീരുമാനിച്ചത്. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുന്നതിൽ. പ്രത്യേകിച്ച് ഒരു മുതിർന്ന ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങൾക്കൊക്കെ വെളിച്ചം പകരുന്ന ആ പന്തത്തിൽ തുണി ചുറ്റി അത് ശാസ്ത്രീയമായ രീതിയിൽ പാരമ്പര്യമായ ഒരു പിന്തുടർച്ചയും കൂടി ഉൾപ്പെട്ടുകൊണ്ട് അത് മനോഹരമായി 30-35 വർഷക്കാലം, ഏതാണ്ട് 35-ലധികം വർഷം ഈ രംഗത്ത് നിറഞ്ഞു നിന്ന് ഈ വിഷയം, ഈ കാര്യം കൈകാര്യം ചെയ്തു പോകുന്ന നമ്മുടെ കുഞ്ഞുണ്ണി ചേട്ടനെ, ചിറക്കൽ ബാലചേട്ടനെ നമ്മളെല്ലാവരും ചേർന്ന് ആദരിക്കുകയാണ്. കുഞ്ഞുണ്ണീശൻ എന്നൊക്കെ വിളിക്കുന്ന ബാലേട്ടനെ ആദരിക്കുന്ന ഒരു പരിപാടി അതിൽ സംഘടിപ്പിച്ചിരുന്നു. പക്ഷെ ശാരീരിക അസ്വസ്ഥതകൾ മൂലം അദ്ദേഹത്തിന് അവിടെ എത്തിച്ചേരാൻ സാധിച്ചില്ല.
അതിനാൽ അദ്ദേഹത്തെ വീട്ടിൽ വന്ന് ആദരിക്കുന്നതിനുള്ള ഒരു പരിപാടി ഈ കൂട്ടുകൊമ്പന്മാർ എന്ന് പറയുന്ന എലിഫൻറ്റ് വെൽഫെയർ ഫോറം സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ ബഹുമാനായിട്ടുള്ള MLA-നെ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യണം എന്നൊരാഗ്രഹം ഇവർ പ്രകടിപ്പിച്ചപ്പോൾ ഞാൻ MLA-യുമായി ബന്ധപ്പെടുകയും ഇവരെ നേരിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അപ്പോൾ ഇത് ചെയ്യാൻ ആയിട്ട് ഒരു വേദി ഒരുക്കിയത്. KK രാമചന്ദ്രൻ MLA പുരസ്കാരം സമ്മാനിച്ചു. വല്ലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ് അധ്യക്ഷത വഹിച്ചു. ചാത്തക്കുടം ക്ഷേത്രം ഉപദേശക സമിതി സെക്രട്ടറി വാസപ്പൻ, പിടിക്കിപ്പറമ്പ് ക്ഷേത്രം ഉപദേശക സമിതി സെക്രട്ടറി മനോജ് എന്നിവർ സംസാരിച്ചു. ഫോറം ഭാരവാഹികളായ PS ജിഷ്ണു, KP പ്രശാന്ത്, NS സോനി, സുജിത്ത് തിരിയാട്ട് എന്നിവർ നേതൃത്വം നൽകി. അഷ്റഫ് സഹോദര കൂട്ടായ്മയുടെ 3ാമത് വാർഷികം തൃപ്രയാറിൽ നടന്നു. TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. അഷ്റഫ് എന്ന 4 അക്ഷരത്തിൽ ഇതിന്റെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് ഭയങ്കരമായൊരു നമുക്കെല്ലാവർക്കും സന്തോഷം തോന്നും. ആരും ഈ അഷ്റഫ് എന്ന പേര് നിങ്ങൾക്ക് എല്ലാവർക്കും നാമകരണം ചെയ്ത നിങ്ങളുടെ മാതാവിനോടും പിതാവിനോടുമുള്ള പ്രത്യേകമായ സ്മരണ ആദ്യമായി സന്ദർഭത്തിൽ പ്രകടിപ്പിക്കട്ടെ. ഇത് നമുക്ക് ജന്മം നൽകിയ സർവശക്തനായ ദൈവതമ്പുരാനോടും നമുക്കുള്ള തീർത്താൻ തീരാത്ത സമർപ്പണം കൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുക. അഷ്റഫ് എന്നുള്ള വാക്ക് ഒരുപക്ഷെ ഇംഗ്ലീഷിൽ ആദ്യത്തെ അക്ഷരം നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാവുന്ന ഒരു പേര്. ഏറ്റവും കൂടുതലുള്ള പേരുകളിൽ നാമത്തിലുള്ള പേരുകൾ ഒന്നാണ് അഷ്റഫ് എന്നുള്ള പേര്. ചെയർമാൻ അഷ്റഫ് കൂട്ടുങ്ങപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ അഷ്റഫ് അമ്പയിൽ, കൺവീനർ വൈപ്പിപ്പാടത്ത് അഷ്റഫ് അമ്പലത്ത്, അഷ്റഫ് കരിപ്പാക്കുളം, അഷ്റഫ് പടിയത്ത്, അഷ്റഫ് ചക്കമലത്ത്, അഷ്റഫ് CK വളവ് തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നതിനായി PKM അഷ്റഫ് സാഹിബ്, കളരിക്കൽ അഷ്റഫ് സാഹിബ് എന്നിവർ വരണാധികാരികളായി. ഭാരവാഹികളായി അഷ്റഫ് കൂട്ടുങ്ങൽ പറമ്പിൽ, അഷ്റഫ് അമ്പയിൽ, PKM അഷ്റഫ് പടിയത്ത്, അഷ്റഫ് വൈപ്പിപ്പാടത്ത്, അഷ്റഫ് ചളിങ്ങാട്, അഷ്റഫ് ചക്കമലത്ത്, അഷ്റഫ് ചൂലുക്കാരൻ, CM അഷ്റഫ് CK വളവ്, അഷ്റഫ് ഹാപ്പി, അഷ്റഫ് തേപ്പറമ്പിൽ, അഷ്റഫ് തൊപ്പിയിൽ, അഷ്റഫ് മാണിയംകുന്നത്ത് എന്നിവരെ തെരഞ്ഞെടുത്തു. വെങ്ങണിശ്ശേരി കൂട്ടാലക്കുന്ന് കാവാലി സതീശൻ നിര്യാതനായി. 57 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഇനി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണ ഗ്രാമിന് 5800 രൂപ, പവന് 46,400 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. ആറാട്ടുപുഴ പൂരം പത്രികയുടെ പ്രകാശനം ക്ഷേത്രം നടപ്പുരയിൽ നടന്നു. KK രാമചന്ദ്രൻ MLA TN പ്രതാപൻ MPക്ക് നൽകി പ്രകാശനം ചെയ്തു. വെങ്ങണിശ്ശേരി സെന്റ് മേരീസ് പള്ളിയിൽ പരിശുദ്ധ കന്യകാ മറിയത്തിന്റെയും വിശുദ്ധ സെബാസ്ത്യനോസിന്റെയും വിശുദ്ധ അന്തോണീസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. തിരുകർമ്മങ്ങളിൽ നിരവധി വിശ്വാസികൾ സംബന്ധിച്ചു. ചൊവ്വൂർ സെന്റ് സേവിയേഴ്സ് സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും യാത്രയയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.